ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ തംബ്ലൈനിൽ മുന്തിരി ജ്യൂസ് കണ്ടിട്ട് എന്താ ഇവൾ പാടത്ത് കൂടി നടക്കണമെന്നല്ലേ, പാടം തോടും കാട്ടി നടക്കണമെന്നല്ലേ നിങ്ങൾ വിചാരിച്ചു. വെറുതെ ഒരു മുഴുക്ക ഞണ്ട് കിടക്കണുണ്ടോ. നമ്മൾ തണുട്ടിയ ഞണ്ടിനെ കണ്ടിട്ട് അവൾക്ക് പിടിക്കണമെന്ന് നിർബന്ധം. അമ്മയ്ക്കാണെങ്കിൽ നല്ല ധൈര്യം അതുകൊണ്ട് തോണ്ടിയിട്ടും തുടക്കിയിട്ടും ഒരമണിക്കൂർ നിന്നിട്ടാണ് നമ്മളതിനെ പിടിച്ചത്. പിന്നെ നമ്മൾ അവളെ കാണാതെ അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടുട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് നമ്മുടെ മുന്തിരി ജ്യൂസ്. അപ്പോൾ ഇതും കൂടി ഇതിലാണ്ട് ഉൾപ്പെടുത്താൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവളെ ഞണ്ടിനൊക്കെ വെള്ളത്തിലിട്ടേച്ച് പിന്നെ അവൾ ഒഴിഞ്ഞ് അതിന് കളയുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ മുന്തിരി ജ്യൂസ് നല്ല പഴുത്ത മുന്തിരി വേണം. പക്ഷേ എന്തൊരു കാരണവശാൽ എൻ്റെ അടുത്ത് ഈ മുന്തിരി ഉണ്ടായിരുന്നുള്ളൂ. നല്ല കളറുള്ള പഴുത്ത മുന്തിരി ആണെങ്കിൽ ജ്യൂസിന് കളറും കൂടും, എന്തായാലും ഒരു അടിപൊളിയാവുകയും ചെയ്യും. അപ്പോൾ അവൾക്ക് വേണ്ടതോ ബോൾ മുന്തിരി ജ്യൂസും. അപ്പോൾ പിന്നെ ഒരു കുറച്ച് നേരം മെനക്കെട്ട പണിയല്ലേ, അല്ലെങ്കിൽ വേഗം ജ്യൂസ് ആവുമല്ലോ. അപ്പം നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ടാവും. കുറേ പച്ചമുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ബോൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മെനക്കെട്ടാലും വേണ്ടില്ല. ഇതാണ് ഗൈസ് അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി. അപ്പോൾ നമ്മൾ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പൾപ്പ് എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പൾപ്പ് എടുക്കുകയാണ് ഗൈസ്. അത് പൾപ്പ് ഓരോന്നോരോന്നാണ്. ഇതിലാണെങ്കിൽ ജ്യൂസ് മുന്തിരി അല്ല, കുരുണ്ട്. കുറച്ച് മെനക്കെട്ടുണ്ടാക്കിയൊരു ജ്യൂസ് തന്നെ കേട്ടോ അത്. അങ്ങനെ നമ്മളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മുന്തിരിയൊക്കെ കുറച്ചൊക്കെ എടുത്തു. പിന്നെ ഫോട്ടോഗ്രാഫർ തനുട്ടിയായതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോ. പിന്നെ അതിൽ ആവശ്യത്തിന് നന്നായിട്ട് പഞ്ചസാര ഇടണ്ടായിരുന്നു, കാരണം കുറച്ച് പുളിയുള്ള മുന്തിരിയായിരുന്നു. പിന്നെ നമ്മൾ ബോൾസ് കുറേ ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. കുറേ വേണമെന്ന് പറഞ്ഞാലും നമ്മൾ അവളെ കണ്ണുപ്പൊടി ഇടുന്ന ജ്യൂസാണല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആവും ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇത് ഈ കളർ ഇങ്ങനെ വരാൻ കാരണം അത് പച്ചമുന്തിരി അതിൽ ഉണ്ടാവുകൊണ്ടാണ്. അല്ലെങ്കിൽ നന്ന അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കൂടുതൽ മുന്തിരി വേണം. ജ്യൂസ് മുന്തിരി ആണെങ്കിൽ നമുക്കതിൽ കുരു വരില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും നല്ല ടേസ്റ്റാണ് കേട്ടോ. താങ്ക് യു.